നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ കഴിഞ്ഞ ദിവസം ഇ ഡി ഒരു നല്ല കാര്യം ചെയ്തു. ഞാനതിനെ നല്ല കാര്യം എന്നാണ് വിളിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേരിട്ട കനത്ത തോൽവിയെ തുടർന്ന് ഇവിടെ പിണറായി വിജയന് എതിരായി പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ഒരു നീക്കം അല്ലെങ്കിൽ പ്രതിഷേധമുണ്ട്. പലരും അത് വളരെ വ്യക്തമായി പല വേദികളിലും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ നീളുന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ നിന്ന് നയിക്കേണ്ടിയിരുന്നില്ല. ചില ഏരിയ കമ്മിറ്റികൾ പ്രമേയം പാസ്സാക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നും, അതായത് MLA സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോവുക, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരായി ശക്തമായ വിമർശനങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് തന്നെയാണ്, വളരെ വേഗം, ഒരു മുന്നറിയിപ്പുമില്ലാതെ ED ഒരു ദിവസം രാവിലെ 6 മണിക്ക് പറന്നിറങ്ങി 12 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് വയ്ക്കുന്നു. അതായത് പിണറായി വിജയൻ്റെ വീടുകളിലും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കണ്ണൂർ, തിരുവനന്തപുരം, അതോടൊപ്പം മരുമകനായ മുഹമ്മദ് റിയാസ്, എല്ലാവരുടെയും വീടുകളിൽ ഒരേ സമയം പരിശോധനയുമായി അല്ലെങ്കിൽ റെയ്ഡുമായി ED മുന്നോട്ട് പോകുന്നു. ED ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള ഈ പരിശോധനയെ നമ്മൾ തീർച്ചയായും കാണേണ്ടത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന നിലയിൽ തന്നെ ആയിരിക്കണം. ഇതൊരു ED എല്ലാ കാലത്തും, അത് നമുക്കറിയാം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ദേശീയ നേതാവ്, ഈ ദേശീയ നേതാവ് തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലായിടത്തും ED കയറുന്നുണ്ട്, എന്തുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയനെതിരായി മാത്രം ED ഒന്നും ചെയ്യാത്തത്? ഇവിടെ കേരളത്തിൽ വന്നു നിന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് പറയുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ പിടിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അവിടെ ഇവിടെ എല്ലാം പിടിക്കുന്നു. തന്നെയുമല്ല, 2020 ഏകദേശം ഒരു 4 വർഷത്തിന് മുൻപ് ഈ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ച് BRM ഷഫീർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് വളരെ സരസമായി, ലളിതമായി പറഞ്ഞു തന്നത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു കാഥികൻ കൂടിയാണല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ശക്തമായ രീതിയിൽ അവർക്ക് പോലും മണിക്കൂറുകളോളം EDക്ക് മുന്നിലിരുന്ന് ചോദ്യം ചെയ്യലിനും ഭേദ്യങ്ങൾക്കും വിധേയരാകേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രിയോട് മാത്രം EDക്ക് എന്തോ ഒരു ഭയമുള്ളതുപോലെ. അതുകൊണ്ടാണ് അത്രേ ED ഇങ്ങോട്ടേക്ക് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തൊടാതെ മാറി നിൽക്കുന്നത്. ഇത് അവരെ എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു ആവേശകരമായ ചോദ്യമായിരുന്നു. ഇവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ, രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ നേതാവാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഇവിടെ രൂപീകരിക്കുകയും ആ രൂപീകരിക്കുന്ന ആം ആദ്മി പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും തുടങ്ങി നിരവധി പാർട്ടികൾ ഉൾപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ആ മുന്നണി. എന്നാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആ മുന്നണി മര്യാദ മാറ്റിവെച്ചുകൊണ്ട് ആണ് സംസാരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ VD സതീശന് അങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VD സതീശന്, രമേശ് ചെന്നിത്തലയ്ക്കോ ഒക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം. മുഖ്യമന്ത്രിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗം ദേശീയ തലത്തിലാണ്. അതേസമയം സംസ്ഥാന തലത്തിൽ 2 മുന്നണികളും അല്ലെങ്കിൽ 2 പാർട്ടികളും വ്യത്യസ്ത മുന്നണികളിൽ മത്സരിക്കുന്നതാണ് ഒരു സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല പിണറായി വിജയനെ വിമർശിക്കുന്നതിനോ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നതിനോ തെറ്റില്ല എന്ന് നമുക്ക് തെറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ അത് ദേശീയ വികാരമനുസരിച്ചുള്ള ഒരു പ്രതികരണമായിരിക്കണം എന്ന് മാത്രം. രാഹുൽ ഗാന്ധി പറയേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ED തൊടുന്നില്ല എന്ന് ദേശീയ തലത്തിൽ ടച്ച് ചെയ്തുകൊണ്ട് ആകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കാരണം പലപ്പോഴും അദ്ദേഹം ദേശീയ നേതാവാണെന്നും ഒരു രാഷ്ട്രീയ 75 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണെന്നും ഒക്കെയുള്ള ഒരു കാര്യം മറന്നു പോകുന്നു, ബുദ്ധിയില്ലായ്മ കൊണ്ടുമാകാം. അപ്പോൾ അങ്ങനെ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പരാമർശിച്ചപ്പോൾ മോശമായി പോയി, അത് തെറ്റായ ഇതായിരുന്നു. എന്നാൽ ഇവിടെ നമുക്കറിയാം, ED എന്ന് പറയുന്ന ഒരു സംവിധാനം അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വന്തം മുന്നണിക്കുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാരെ പോലും ED പിടിച്ചുകൊണ്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ED അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനോ ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ED അന്വേഷണം ഒരു വലിയ ആശ്വാസമായി മാറിയത് എന്നുള്ളതിലേക്ക് വരാം. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസം തുടക്കത്തിൽ സൂചിപ്പിച്ചു വരുന്നില്ല, പിണറായി വിജയനാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന നിലയിൽ CPM-നകത്ത് നിന്ന് പോലും ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു.
എന്നാൽ അതേസമയം ഈ 6 മണി നേരത്ത് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീടുകളിലേക്ക് വന്ന് കയറി കഴിഞ്ഞ അന്നേരം മുതൽ തന്നെ പാർട്ടി ഇവിടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയി. ED അവിടെ റെയ്ഡ് നടത്തുന്ന സമയത്ത് കേരളത്തിൻ്റെ തെരുവുകളിൽ CPM-കാരും അതോടൊപ്പം DYFI, SFI തുടങ്ങിയ ഇടതുപക്ഷ സംഘടനകൾ എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായി ഇതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് പ്രതിഷേധത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഈ പ്രതിഷേധം പിന്നീട് ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ആ പ്രതിഷേധം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും പിന്നീട് ED അന്വേഷണമെല്ലാം നടത്തി ഇവിടെങ്ങും ഞങ്ങൾക്കൊന്നും ഒരു ചുക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പേപ്പറിനകത്ത് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി കയറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മോബ് അല്ലെങ്കിൽ ആൾക്കൂട്ടം തീർച്ചയായും അക്രമാസക്തരാകും. കാരണം ഒരു കാരണവുമില്ലാതെയാണ് കേരളത്തിൽ 10 വർഷക്കാലം അഴിമതിയുടെ ഒരു കരിനിഴൽ പോലും വീഴ്ത്താതിരുന്ന ഒരു ഭരണാധികാരിയെ വീടിനുള്ളിൽ ഏകദേശം 8 മണിക്കൂറോളം തടങ്കലിൽ വെക്കുന്ന പോലെ ED പ്രവർത്തിച്ചു. സ്വാഭാവികമായും അവരുടെ നേതാവായ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളോട് ഈ അന്യായം കാട്ടിയതിനെതിരെ അവർ പ്രതികരിച്ചിരിക്കും. ആ പ്രതികരണമാണ് സത്യത്തിൽ തെരുവിൽ നമ്മൾ കണ്ടത്. അവരാക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഹോപദ്രവിക്കുകയും വാഹനം അവർ അടിച്ചു തകർത്തു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതിനെ അപലപിച്ചുകൊണ്ട് ചിലർ രംഗത്തേക്ക് വരുന്നുണ്ട്. അതായത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ആ കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് അത് കാണിച്ചത്? അത് SFIയുടെ അല്ലെങ്കിൽ DYFIയുടെ CPM-ന്റെ ഗുണ്ടകൾ കാണിച്ച പണിയാണ്. അവർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അക്രമ സമരമാക്കി അതിനെ മാറ്റുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഈ ED എന്ന് പറയുന്ന ഒരു സംവിധാനം രാജ്യത്താകമാനം 8000-ലധികം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ കൺവിക്ഷൻ റേറ്റ് കേവലം 0.13% മാത്രമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഈ ED-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലൊരു മാറ്റം സംഭവിക്കുന്നത്? അല്ലെങ്കിൽ കൺവിക്ഷൻ റേറ്റ് കുറയുന്നുള്ള കാരണം എന്താണ്? ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെറും ഭയപ്പെടുത്തലിനുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. ആ ഭയപ്പെടുത്തൽ കേട്ട് ഭയന്നു പോകുന്ന കുറച്ചധികം ആളുകൾ നേരെ ചെന്നിട്ട് BJP-യിൽ അംഗത്വമെടുത്ത് BJP-ക്കാരായി മാറുമ്പോൾ തീർച്ചയായും ഇവരുടെ പേരിൽ ED എടുത്തിരിക്കുന്ന കേസുകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ പോയവരുടെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളുണ്ട്. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള നേതാക്കന്മാർ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം ഈ ദേശീയ തലത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് EDയുടെ കേസിൽ അല്ലെങ്കിൽ കൺവിക്ഷൻ റേറ്റിൽ ഈ കുറവുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ആരുടെ കാല് പിടിക്കാനും കുമ്പിടാനും ആരുടെയെങ്കിലും വിളക്കിന് മുന്നിൽ പോയി തിരികൊളുത്താനും ഒന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന CMRL അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ 180-ലധികം കോടി രൂപ ഇവിടെ ഇടപാട് നടന്നിട്ടുണ്ട്. പക്ഷേ 2 കോടിയിലധികം രൂപ മാത്രമാണ് വീണ വിജയന്റെ കയ്യിലേക്ക് മാസപ്പടി എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങൾ പറഞ്ഞ ആ സാധനം എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള 185 കോടി രൂപ എവിടെ പോയി? ആരുടെ കയ്യിൽ പോയി? ശശിധരൻ കർത്തയുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ ുള്ളിലുണ്ട് ഡീറ്റെയിൽ അല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ അന്വേഷണം നടക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബാംഗ്ലൂർ അടക്കമുള്ള ഹൈദരാബാദ് അടക്കമുള്ള മുംബൈ അടക്കമുള്ള ഒട്ടുമിക്ക നഗരങ്ങളിലും വാഹനങ്ങളും കാറുകളും കത്തിച്ച കോൺഗ്രസ്സുകാരെ കുറിച്ച് നമ്മൾ ഇവിടെ അനുസ്മരിക്കാതെ പോകാൻ പാടില്ല. കാരണം സോണിയാഗാന്ധിയെയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്ത സമയത്ത് ഇവിടെ അക്രമ സംഭവങ്ങൾ നിരവധി അരങ്ങേറി. പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടിക്കടന്ന് EDയുടെ ഓഫീസിനുള്ളിൽ കിടന്നിരുന്ന വാഹനങ്ങൾ കത്തിക്കുന്ന സ്ഥിതി വിശേഷം വരെ ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് പിണറായി വിജയനെ അത്രത്തോളം വിമർശിച്ചു കൊണ്ടിരുന്ന ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ലെ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഒറ്റ കൊടിക്കീഴിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയിലേക്ക് അത് എത്തുകയും പിണറായി വിജയനെ കുറിച്ച് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന നെഗറ്റീവ് ഇമേജുകളെല്ലാം ആകപ്പാടെ മാറി പിന്നീട് പിണറായി വിജയന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒടുവിൽ ആ കൈകൾ ചുരുട്ടി പിണറായി വിജയൻ അവിടെ സഖാക്കളെ അഭിവാദ്യം ചെയ്തിരുന്നു. അപ്പോഴും നമ്മൾ ആ വാക്കോർത്തു. എന്താണ്? ഈ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.